പ്ലാൻസ് എല്ലാം പാളിപ്പോയെങ്കിലും വി സ്റ്റിൽ എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സോ വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് വാവയെ പരിചയം കാണും. അങ്ങനെ ഞാനും വാവയിൽ നിന്ന് നമ്മുടെ ഡബ്ലിൻ സിറ്റി സെൻറ്ററിലൊക്കെ ഒന്ന് കറങ്ങി നല്ല ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടി പോവാം. ഈദിൻ്റെ സമയമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ത്യൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. എപ്പോഴത്തെയും പോലെ തന്നെ ഞങ്ങൾ ആദ്യം ചെന്നത് സ്വീറ്റ് ഹൗസ് എന്നുള്ള കടയിലേക്കായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബബിൾ ടീ കുടിക്കാൻ. അങ്ങനെ ബബിൾ ടീ ഒക്കെ വാങ്ങി കുടിച്ചു. രണ്ടുപേരും പിന്നെ വിശപ്പിൻ്റെ അസുഖമില്ലാത്ത ആത്മാക്കളായതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ സ്പൈസ് വില്ലേജിൽ പോകാൻ തീരുമാനിച്ചു. കാരണം അത് ലഞ്ചിൻ്റെ സമയമൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനത്തോടെ കറങ്ങാമല്ലോ. അങ്ങനെയൊക്കെ കരുതി അപ്പോഴും തന്നെ പോയത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മലബാർ നിക്കാഹ് ബിരിയാണിയും അപ്പവും മീൻ പൊള്ളിച്ചതും ഒക്കെ ആയിരുന്നു. ഒരു 20 മിനിറ്റ്സിലെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫുഡെല്ലാം എത്തി. ഇല ഓപ്പൺ ചെയ്തപ്പോൾ ആ മണം കാരണം ഞങ്ങൾ ആദ്യം മീൻ പൊള്ളിച്ചതും അപ്പമായിരുന്നു കഴിച്ചത്. പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിരിയാണി ഞങ്ങൾക്ക് പണി തന്നത് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആയിപ്പോയി. ഞങ്ങൾ മട്ടൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇരുമ്പിൻ്റെ പല്ലുള്ളവർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന പോലത്തെ മട്ടൻ ആയിരുന്നു അത്. കാരണം അത് ഒട്ടും വെന്തിട്ടില്ലായിരുന്നു. പക്ഷേ അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ വേറെ ബിരിയാണി ആക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തോ പിന്നെ കഴിക്കണം തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങി. ഭാവിക്ക് കടൽ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഡാർട്ടൊക്കെ എടുത്ത് ഡൺലൂവിയിലേക്കാണ് പോയത്. കാരണം കഴിഞ്ഞ വീക്ക് ഞാൻ ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ ഇവിടെ കടലുണ്ടായിരുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറഞ്ഞ പോലെ കടൽ പോയിട്ട് അവിടെ കായൽ പോലും ഇല്ലായിരുന്നു അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ലാസ്റ്റ് വീക്ക് എടുത്ത വീഡിയോ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ കടലുണ്ടെന്ന് എനിക്ക് അവിടെ വിശ്വസിപ്പിക്കാൻ പറ്റി. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, വെറ്റിച്ചുട്ടി. അയ്യോ, ചെറുങ്കയുടെ ഞാൻ അവിടെയൊക്കെ നടന്ന് കുറേ വെറൈറ്റി കല്ലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത കല്ലിനെയൊക്കെ തന്നെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ എടുത്ത് കാഴ്ചകളും ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഞാൻ കിടന്നെന്ന് തന്നെ പറയാം. അയർലൻഡിൽ ആദ്യം വന്ന സമയത്ത് ഞാൻ ഈ സ്ഥലത്തിന് ഡൺലോഹെയർ എന്നായിരുന്നു പറയുന്നത്. പിന്നെ എൻ്റെ ഐറിഷ് ഫ്രണ്ടാണ് പറഞ്ഞു തന്നെ ഇത് ഡൺലൂവി എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും അവിടെ ഒരു 2 hours ഒക്കെ ഇരുന്നിട്ട് ഞങ്ങൾ സിറ്റിയിലേക്ക് തിരിച്ചു. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ജേർബി സെൻറ്ററിലുള്ള സ്ട്രാഡിവേറീസിൽ കയറിയിട്ട് കുറച്ച് ഈദ് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇന്നിനി ഞങ്ങൾക്ക് ഒരു പരാജയം കൂടെ ഏറ്റെടുക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഡെയിം സ്ട്രീറ്റിലുള്ള ഷവർമ എന്ന് പറഞ്ഞ് പാലസ്തീനിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവരിപ്പോഴും ദ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒട്ടും സ്പൈസി അല്ലാത്ത എന്നാൽ നല്ല അറബിക് ഫ്ലേവറൊക്കെയുള്ള കുറേ ഫുഡ് ഐറ്റംസ് അവിടെ കിട്ടും. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളത് മിക്സഡ് ഷവർമ പ്ലേറ്റ് ആണ്. അത് ഞങ്ങളെപ്പോലെ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ സ്ട്രീറ്റിലൊക്കെ നടന്നു. പിന്നെ തിരികെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് വീണ്ടും സന്ധിക്കും വരെ വണക്കമൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റോപ്പിലേക്കും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.